ഹലോ ഫ്രണ്ട്സ്, റോസ് മെൻഷൻ എപ്പിസോഡ് 8 സ്റ്റാർട്ട് ചെയ്യുന്നത് ചാർലിയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചിട്ടാണ് കേട്ടോ. അതായത് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ റൂഫ് ടോപ്പിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചാർലിയുടെ അമ്മ റൂഫ് ടോപ്പിലേക്ക് വരുന്നതും ചെറിയ കുട്ടിയായ ഒരു ചാർലിനെ അമ്മയ്ക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. വാട്ടർ ടാങ്കിലേക്ക് നോക്കുന്ന അമ്മയാണെങ്കിൽ ഇതെന്താണെന്നറിയോ, ആകാശത്തിലേക്ക് പോകാനുള്ള ഒരു പാതയാണെന്ന് പറഞ്ഞ് ടാങ്കിന്റെ മുകളിലേക്ക് കയറുന്നതും ആൾ അതിലേക്ക് വീഴുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടിയായ ചാർലി കരയുന്ന ഒരു സീനിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ചാർലിയുടെ അമ്മ സ്വയം മരിച്ചതാണ്. ജീനയുടെ CCTV നാശാക്കിയിട്ട് റൂമിലേക്ക് വരുന്നത് മറ്റാരും ആയിരിക്കില്ല, ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്ത അതേ മാസ്ക് വെച്ച ആളായിരിക്കും. ആളവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതും ജീനയുടെ റൂമിലേക്ക് വരുമ്പോൾ എന്തൊരു ശബ്ദം കേട്ട് ഇവൾ ഞെട്ടി എണീക്കുന്നുണ്ട്. ആ ടൈമിൽ കത്തി കാണിച്ചിട്ട് ഇയാളാണെങ്കിൽ ലാപ്ടോപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇവളാണെങ്കിലോ ലാപ്ടോപ്പ് ഓൾറെഡി പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവളുടെ ലാപ്ടോപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ വേഗം ഇതെടുത്ത് വിൻഡോയിലൂടെ പുറത്തേക്ക് എറിയുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ ആൾ ഇവളെന്നിട്ട് നന്നായി തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അതിനുശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നത് ബോധവും പോകുന്ന ജീനയെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഇതൊന്നും അറിയാതെ മിൻസു ആണെങ്കിൽ എന്തോ ഒരു ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബാറിൽ സെർച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ബോധം വരുന്ന ജീന നോക്കുമ്പോൾ ഇവളുടെ കൈയൊക്കെ കെട്ടിയിട്ട് ബാത്ത് ടബിലായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ വെള്ളം തുറന്നു വിട്ടത് കൊണ്ട് തന്നെ ഇവൾ ശരിക്കും പെട്ടുപോവാണ്. അവിടെ തന്നെ ഇവന്റെ അസിസ്റ്റന്റ് ആയ ലേഡി, അവളിപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ, ഒരാൾ കള്ളു കുടിച്ച് വന്ന് അത് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാകുമ്പോൾ അങ്ങോട്ട് വരുന്ന മിൻസു ആണെങ്കിൽ ഇയാളെ തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യലെന്ന് അസിസ്റ്റന്റ് ലേഡി പറയുന്നുണ്ടെങ്കിലും ഇവൻ ആ ദേഷ്യം മൊത്തം അയാളുടെ മേത്ത് എടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ താഴത്തെത്തുന്ന ആ മുഖംമൂടി ധരിച്ച ആളാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കുന്ന ടൈമിൽ ഇത് ജിയോണിയുടെ ലാപ്ടോപ്പ് അല്ല എന്ന് തിരിച്ചറിയുന്നതും ആൾ വേഗം തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, CCTV ഫുട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ആൾ സ്റ്റെയറിലൂടെയാണ് പോകുന്നത്. ഇതേ ടൈമിൽ ഫൈറ്റും കാണിക്കുന്നുണ്ട്. അതുപോലെ ജീന ആ ബാത്ത് ടബിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് എത്തുന്ന ഈ ഒരു മാസ്ക് ധരിച്ച ആൾ കാണുന്നത് ജീന രക്ഷപ്പെട്ടതായിരിക്കും. മിൻസു ആണെങ്കിലും കള്ള് ഓടിച്ചു വണ്ടി ഓടിച്ചതിന്റെ പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്യാനും അതുപോലെ ഡ്യൂട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കിയല്ലോ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്ന ടൈമിൽ താൻ എല്ലോടെ എന്നെ തല്ലി ചതിച്ചെന്ന് ഇയാൾ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഇവളുടെ മെസ്സേജ് വരുന്നതും അവിടെ നിന്നും ഓടുന്ന മിൻസുവിനെയാണ് കാണിക്കുന്നത്. പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ ഇവൾ അവിടെ വീണ് കിടക്കുന്നതാണ് കേട്ടോ മിൻസു കാണുന്നത്. എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇവൻ ടെൻഷൻ അടിക്കുന്നതും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ പേടിയായിരിക്കും. അതിന്റെ ആവശ്യമില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലോ നേരെ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവന്റെ വീട്ടിലേക്കായിരിക്കും കേട്ടോ. ഇവിടെ സേഫ് ആണ്, കുഴപ്പമില്ല എന്ന് പറയുന്ന മിൻസു ആണെങ്കിൽ എന്താ വേണ്ടേ, വെള്ളം എടുക്കട്ടെ, ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വെപ്രാൾ അടിക്കുന്ന ടൈമിൽ ജീനയാണെങ്കിൽ എനിക്കൊന്ന് കുളിക്കണമെന്ന് പറയുന്നതും ഇവൻ ഞെട്ടുന്നുണ്ട്. അല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് ചോദിക്കുന്ന ജീനയോട് അയ്യോ ഞാൻ പെൺകുട്ടികളുടെ ഡ്രസ്സൊന്നും അങ്ങനെ കരുതാറില്ല എന്ന് പറയുന്നതും എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് മതി എന്ന് ജീന പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ഗ്യാപ്പിൽ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ലേഡി പ്രൊഡക്ട്സ് ഇവൾക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കവർ അവൻ ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഇവനാണെങ്കിലോ വീട്ടിൽ തിരിച്ചെത്തിയത് ഇവൾക്ക് കൊടുക്കുന്ന ടൈമിൽ ഇവൾ നോക്കുമ്പോൾ അതിൽ പാഡ് അതുപോലെ പാൻറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കാണുന്ന മിൻസു ആണെങ്കിൽ അല്ല എന്ത് സാധനം ആവശ്യം വരികയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിയതാന്ന് പറയുന്നതും എന്ന ജീനയാണെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നതാണ് മിൻസു കാണുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന മിൻസുവിനോട് അല്ല എന്നോട് ആരും ഇത്രയ്ക്കും കെയർ ചെയ്തിട്ടില്ല, അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായതാന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവന്റെ കൂടെ പോയ ജൂനിയർ ഉണ്ടായിരിക്കുമല്ലോ, ആ ബാറിൽ തന്നെയായിരിക്കും. അല്ല ഈ സീനിയർ ഇത് എവിടെ പോയി, ഇങ്ങനെ സീനിയറായ എന്തും ചെയ്യാന്നാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ജൂനിയറെ കാണിക്കുന്നുണ്ട്. ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പെൺകുട്ടി പോയതിന് പകരം പുതുതായിട്ട് വന്നൊരു ജൂനിയറാണ്. മിൻസു ആണെങ്കിൽ ഞാൻ വീടൊന്ന് പോയി കാണട്ടെ, അതുപോലെ പോലീസ് സ്റ്റേഷനിലേക്കും പോകുന്നുണ്ട്, വരുമ്പോൾ വല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരാന്ന് പറയുന്നതും പാസ്വേഡ് വേണ്ടേന്ന് പറഞ്ഞ് ഇവൾ വീടിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ തന്റെ ബർത്ത്ഡേ ആണല്ലേ ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ അറിയാന്ന് ചോദിക്കുന്ന ജീനയോട് തന്റെ ചേച്ചിയുടെ കേസ് ഫയൽ മൊത്തം പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എനിക്ക് അറിയാമെന്നാണ് ഇവൻ പറയുന്നത്. പിന്നീട് ഇവര് രണ്ടുപേരും അതായത് മിൻസു ഫ്ലാറ്റും ഇവളാണെങ്കിൽ മിൻസുവിന്റെ വീടും ഇങ്ങനെ ചുറ്റി കാണുന്നതും അവിടുത്തെ ഫ്രെയിംസ് ഒക്കെ നോക്കി കാണുന്നതുമാണ് കാണിക്കുന്നത്. പിന്നീട് മിസ്റ്റർ 5 ഒരു പാർട്ട് ടൈം ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് മറ്റാരുമല്ല ജീനയെ ഫോളോ ചെയ്യുന്ന സ്ട്രേഞ്ചർ ലേഡി ആയിരിക്കും കേട്ടോ. ഒരു പക്ഷേ മിസ്റ്റർ 5ന്റെ അടുത്ത് നിന്നായിരിക്കും ഇവൾ ഫോണൊക്കെ ഹാക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഇതൊന്നും മിസ്റ്റർ 5ന് അറിയില്ല. എന്താ നേരം വൈകി വന്ന് ഈ ന്യൂഡിൽസ് കുക്ക് ചെയ്ത് കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന മിസ്റ്റർ 5നെയാണ് കാണിക്കുന്നത്. ഇവള് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ ന്യൂഡിൽസ് അങ്ങനെ തന്നെ കഴിക്കുന്നത് കാണുമ്പോഴാണ് കേട്ടോ ഇവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവള് നോക്കുന്ന ടൈമിൽ മിൻസു ആണെങ്കിൽ ഒരു ചെടി ഇങ്ങനെ നടുന്നതാണ് കാണുന്നത്. ഇത് നാശമായി എന്ന് പറയുന്ന ടൈമിൽ അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഇവനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടഭാഗം മുറിച്ചിട്ട് അത് നടുന്ന ടൈമിൽ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അത് നാശാവില്ലേ എന്ന് ചോദിക്കുന്ന ജീനയോട് ഇല്ല ഇത് വീണ്ടും കിളിർത്ത് വരുന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യനും ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിലോ, അതായത് അവരുടെ പാസ്റ്റിലുള്ള സാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവർക്ക് പുതുതായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് പറയുന്ന ജീനയോട് മനുഷ്യർക്കും കഴിയും, തനിക്കും കഴിയും, തനിക്കതിനെ ശ്രമിച്ചൂടെ എന്നാണ് മിൻസു തിരിച്ചു ചോദിക്കുന്നത്.
ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നതും ആ ടൈമിലാണ് ഇവൻ്റെ അസിസ്റ്റന്റ് വിളിക്കുന്നത്. അതായത് ആ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് തുറന്നു നോക്കി ഒരുപാട് ഫയൽസ് ഉണ്ട്. അപ്പോൾ ജിയുവിന് എപ്പോഴും ഒരാളെ പറ്റി ടെൻഷൻ അടിച്ചിരുന്നു എന്ന് പറയുന്നതും അതാരാ എന്ന് ചോദിക്കുന്ന മിൻസുവിനോട് അത് റോസ് മെൻഷനിലെ ആ വുമൺ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണെന്ന് പറയുന്നതും ഈ പ്രസിഡന്റിനെയാണ് കാണിക്കുന്നത്. ആളെന്തൊരു ഭ്രാന്ത് പിടിച്ച പോലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് മുന്നേ ഈ പ്രസിഡന്റ് ജിയോനെ കാണാൻ വരുന്ന ടൈമിൽ ഇവൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കുക്ക് ചെയ്യുന്ന ഇവളുടെ അടുത്തേക്ക് വരുന്ന പ്രസിഡന്റ് ആണെങ്കിൽ വീട്ടിലേക്ക് കയറുന്നില്ല. എന്തായി ഞാൻ പറഞ്ഞ കാര്യം നടക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഇല്ലീഗൽ ആണെന്ന് പറയുന്ന ജിയോനയോട് താനൊരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഒരു സിവിൽ സർവന്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തന്നോട് ഇതിനെ പറ്റി പറഞ്ഞത്. ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനൊക്കെ അറിയാം, അല്ലെങ്കിൽ തന്നെ ഈ ബിൽഡിംഗ് ഇങ്ങനെ നിർത്തിയിട്ട് എന്ത് കാര്യമുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറ്റത്തില്ല എന്ന് ജിയോന പറയുന്നുണ്ട്. അതായത് ജിയോനയുടെ കയ്യിൽ നിന്നും ഈ ലേഡിക്ക് എന്തോ സാധിച്ചെടുക്കാനുള്ള പോലെയാണ് തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ഞാൻ ചാർലി ആയിട്ട് വരാമെന്ന് പറയുന്നതും അതാരാന്ന് ചോദിക്കുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ ഇല്ലേ ആളാണ് പ്രസിഡന്റ്, എന്തായാലും ആളായിട്ട് വരാന്നൊക്കെ പറയുന്നതും അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ ഇവൾ ഈ ഫ്ലാറ്റിലേക്ക് വരുന്ന ടൈമിൽ ഈ ലേഡി ചൂടായിട്ട് ജിയോനെ അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പം അന്ന് ഈ ചാർലിയുടെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു ഒരു പക്ഷേ 1 വീക്കിന് ശേഷം വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജിയോനോട് സംസാരിക്കാനായിരിക്കണം അന്ന് വന്നത്. ഇവർക്കെന്തോ ഈ കിഡ്നാപ്പിനെ പറ്റി അറിയില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ നിരപരാധിയാണെന്ന് പറയാനും പറ്റുന്നില്ല. നെക്സ്റ്റ് സീനിൽ വൂസോക്കിന് അതായത് ചാർലിയുടെ അമ്മയുടെ കയ്യിൽ നിന്നൊരു കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ അസിസ്റ്റന്റിനോട് പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഫ്ലാറ്റ് മൊത്തം സെർച്ച് ചെയ്തിട്ടും ഒരു കീ ആയിട്ട് മാച്ച് ആവുന്നില്ല. ഇത് വൂസോക്കിനെ അറിയിക്കുന്ന ടൈമിൽ എന്നാൽ പിന്നെ വേറെ വല്ല വഴി നോക്കാന്നൊക്കെ ആൾ കൂളായിട്ട് പറയുമ്പോൾ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ല സാറേ ഈ കീ നഷ്ടമായ ടൈമിൽ തന്നെ ഒരു പക്ഷേ ആ കില്ലർ വേറൊരു കീ പണിയിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അപ്പോൾ ഈ കീ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ആയിക്കൂടി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഈ വൂസോക്ക് വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. മിൻസു ആണെങ്കിലോ ഇവളെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്നും പോകുന്നതും അങ്ങോട്ട് വരുന്ന ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അതാരാ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിൻസു ആണെങ്കിലും വൂസോക്കിന്റെ അടുത്തെത്തി തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ കേസല്ലേ, നിന്നോട് ആര് ഇടപെടാൻ പറഞ്ഞെന്ന് ചോദിക്കുന്ന വൂസോക്കിനോട് ജീന എന്നെയാണ് വിളിച്ചെന്ന് പറയുന്നതും അതെന്താ അവളുമായിട്ട് നീ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടോ, ഞങ്ങളുടെ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാകുന്ന വൂസോക്കിനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഇവന്റെ സീനിയർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇതുപോലത്തെ കേസിലൊന്നും ഇടപെടേണ്ടെന്നൊക്കെ അവർ പറയുന്നതും വൂസോക്കിന്റെ കീഴിലുള്ള സ്റ്റാഫ് ഒക്കെ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വൂസോക്ക് ആണെങ്കിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് സെർച്ച് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നതും പോകുന്ന വഴിക്ക് ആൾ പറയുന്നുണ്ട് കിഡ്നാപ്പ് ചെയ്ത ആൾ തന്നെയാണ് ജീനയെ ഉപദ്രവിക്കാൻ നോക്കിയതെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ആള് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ മിൻസുവിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും ജിയൂനയുടെ ലാപ്ടോപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പുതിയ ജൂനിയർ പയ്യനാണെങ്കിൽ അല്ല ഇത് മിസ്സപ്പയുടെ സിമ്പിൾ ആണല്ലോ സാറ് ആ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നവിടെ ചോദിക്കുന്നതും മിസ്സപ്പയോ അതെന്താ സംഭവം എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. ഇതേ ടൈമിൽ ജീനയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അതായത് ജീന പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഡയറക്ടറുടെ മകളായിരിക്കുമെന്നും അതുപോലെ ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നുണയായിരിക്കും കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നീ എന്തിനെങ്ങനെ നുണ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം, എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല എന്ന്. തനിക്ക് ഒട്ടും സിൻസിയാരിറ്റി ഇല്ലേ എന്ന് ചോദിക്കുന്ന ബോയ് ഫ്രണ്ടിനോട് ഞാൻ എന്തായാലും തന്നെ പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്തത്, താൻ എൻ്റെ അടുത്തൊന്ന് പോവരുതെന്ന് ആഗ്രഹിച്ചു, അല്ല നിനക്ക് എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ വലിയ കൊമ്പത്താളാണെന്ന് വിചാരിച്ചല്ലേ നീ എന്നെ തിരിച്ച് സ്നേഹിച്ചെന്നൊക്കെ ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഇത്രയൊക്കെ നുണ പറഞ്ഞിട്ടും നിനക്കൊരു കുറ്റബോധം പോലും ഇല്ല അല്ലേ, എന്നോടൊരു സിൻസിയാരിറ്റി ഇല്ല എന്ന് പറയുന്ന ടൈമിൽ ഇവൻ ചീറ്റ് ചെയ്യുന്ന കാര്യം ഇവൾ അറിഞ്ഞു എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഉരുണ്ട് കളിക്കുന്ന ടൈമിലാണ് ഈ വൂസൊക്കെ ഇവളെ വിളിക്കുന്നതും ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവളെ പോകാൻ അനുവദിക്കുന്നില്ല. ദേ പോലീസാണ് എന്നെ വിളിക്കുന്നത്, അധികം കളിച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അതായത് വൂസൊക്കെ ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ മിൻസു ആണെങ്കിൽ അതായത് മിസ്സപ്പ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ ഒരു റിസർച്ചർ അവിടെ പറയുന്നുണ്ട് അതായത് ഈ രാജ്യത്ത് കുറേ മുന്നേ ഒരു കമ്മ്യൂണിറ്റി അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സിമ്പിളാണിതെന്ന് പറയുന്നതും അതിൽ ചേർന്ന് ഒരുപാട് പേര് പിന്നീട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരു കൂട്ട ആത്മഹത്യ തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന മിൻസുവിനോട് പറയുന്നുണ്ട് അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആളുകളുണ്ടല്ലോ അപ്പോൾ അവർ പറയുന്നത് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഇങ്ങനെ തരികയാണെങ്കിൽ അത് ഇരട്ടിപ്പിക്കും, അങ്ങനെ സുഖം ഉണ്ടാകും, അങ്ങനെ കുറേ മോശമായിട്ടുള്ള അതായത് കബളിപ്പിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ഒരുപാട് സ്വത്തൊക്കെ കൈക്കലാക്കിയിരുന്നു. എന്നിട്ടോ അവർക്കതൊന്നും തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല നഷ്ടമായി. ഇതിന്
ഇതിന്റെ പേരിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിരുന്നു. ഇത് വലിയ കേസായിരുന്നു. ഇതിന്റെ മെയിൻ ആള് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞൊരു പേപ്പർ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്ന ഇദ്ദേഹമാണെങ്കിൽ ഇയാളുടെ പിന്നിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ കണ്ടോ, ഇവര് കാഞ്ഞ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. ഇവരുടെ സെക്രട്ടറി ആയിരുന്നു ഈ ടീച്ചറുടെ. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായ ടൈമിൽ ഇവർ നൈസായിട്ട് വിക്ടിം കാർഡ് കളിച്ച് എസ്കേപ്പ് ആയി എന്ന് പറയുന്നതും ഈ ലേഡിയുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന മിൻസുവിനോട് അതില്ല, ഞാൻ പറഞ്ഞല്ലോ വിക്ടിം കാർഡ് കളിച്ചിട്ട് രക്ഷപ്പെട്ടു, എന്നാൽ നിസ്സാരക്കാരിയല്ല, ഇവർ ശരിക്കും സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതായത് ഈ പറയുന്നത് മറ്റാരെയും പറ്റിയിട്ടല്ല, റോസ് മാൻഷൻ വുമൻസ് ടീമിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ അവരെ പറ്റിയിട്ടാണ്. ഇയാളാണെങ്കിൽ ഈ പ്രസിഡന്റിന്റെ പേര് പറയുന്നത് മറ്റൊന്നാണ് കേട്ടോ. അതായത് ഇവർക്ക് അറിയാവുന്ന ഒരു പേരൊന്നുമല്ല പറയുന്നത്. ഇതേ ടൈമിൽ പ്രസിഡന്റ് ലേഡിയെ കാണിക്കുന്നുണ്ട്. ആളുടെ പണിയിലായിരിക്കും. അപ്പോൾ അവിടെ ചീട്ട് കളിക്കാൻ വരുന്ന ലേഡീസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇവിടെ ഒരു മർഡർ കേസ് നടന്നു, പിന്നെ ഇവിടെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫ്ലാറ്റിന്റെ വില കുത്തനെ ഇടിയാനാണ് സാധ്യത. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് തലേ ദിവസം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന് വരെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നതും ഈ പ്രസിഡന്റ് ലേഡിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, കുറച്ചങ്ങ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നതും. അതായത് ഇനി പ്രൈസ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് പ്രസിഡന്റ് ലേഡി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന മറ്റു ലേഡിയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിൽക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പിന്നെ ചേച്ചി പറയുന്നത് എനിക്ക് നല്ല വിശ്വാസം, ഞാൻ നന്നായി വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സീനിൽ ജീനയാണെങ്കിൽ ഇവരനകത്തേക്ക് കൊണ്ടുപോകുന്നതും ബാത്ത് ടബിന്റെ അവിടെ എത്തുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട്. അതായത് തലേ ദിവസം അവിടെ മൊത്തം പൊട്ടി നാശമായിട്ടുണ്ടായിരുന്നു. അതായത് കൈ കെട്ടിയത് കൊണ്ട് തന്നെ ഇവള് വലിച്ചിട്ട് അവിടുത്തെ ടാപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മറ്റാർക്കും തോന്നില്ല. ഇത് കണ്ട് ഇവൾ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നതും. ഇവര് ബാൽക്കണിയിലേക്ക് പോയി നോക്കുന്ന ടൈമിൽ ജിയൂന, അതായത് ഇവളുടെ ചേച്ചി അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് ഇവര് ഷോക്ക് ആകുന്നതും ചേച്ചിയാണെങ്കിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഇങ്ങനെ വീഴുന്നുണ്ട്. ഈ വൂസോക്ക് ആണെങ്കിലും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നൊക്കെ പറയുന്നതും ഇവര് ചേച്ചിയെ രക്ഷിക്കാൻ നോക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.